ചിലപ്പോഴെങ്കിലും നമ്മൾ കുറച്ച് ഡില്യൂഷണൽ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എല്ലാവരും. പക്ഷേ ആ ഒരു ഡില്യൂഷന്റെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ സ്റ്റോറി. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ട്രൂ ലൈഫ് ഇവന്റ് സ്റ്റോറിയായി കേൾക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗും അൺറിയലുമായ സ്റ്റോറീസ് ആണ് കൊണ്ടുവരുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. 2005 ഏപ്രിൽ 9 തായ്വാനിലെ ഗോഷിങ് എന്ന് പറയുന്ന നഗരത്തിൽ ഒരു യുവാവ് തന്റെ ഫ്ലാറ്റിലിരുന്ന് TV കാണുകയായിരുന്നു. പെട്ടെന്ന് മേളിലത്തെ ഫ്ലോറിൽ നിന്ന് ആരോ ശക്തമായി ഇടിക്കുന്ന ശബ്ദം ഇയാൾ കേട്ടു. ഇയാള് ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചു. വീണ്ടും വീണ്ടും അതേ ശബ്ദം തന്നെ കേൾക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് പോലെയും എന്തോ ഒരു റിച്വൽ നടക്കുന്നത് പോലെയുള്ള കുറെ ശബ്ദങ്ങളും ഇയാൾ കേട്ടു. സാധാരണ ഒരാൾക്ക് വിചിത്രമായി തോന്നുന്നതാണെങ്കിലും ഇയാൾക്ക് അത് അത്ര വിചിത്രമായി തോന്നിയില്ല. കാരണം ഇയാളുടെ ഫ്ലാറ്റിന്റെ തൊട്ട് മേളിൽ താമസിച്ചുകൊണ്ടിരുന്ന വു ഫാമിലി കുറച്ച് എക്സ്ട്രീംലി റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ റിച്വൽസും മന്ത്ര ഉച്ചാരണവും ഒക്കെ കുറച്ച് കോമൺ ആയിരുന്നു. സോ ഇയാൾ കൈൻഡ് ഓഫ് യൂസ് ടു ആയിട്ടുണ്ടായിരുന്നു. ശബ്ദം ഇയാളെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഒരു റിലീജിയസ് ഫ്രീഡത്തിനെ മാനിച്ച് ഇയാളൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇയാൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ടിവിയുടെ സൗണ്ട് കുറച്ച് കൂടുതൽ കൂട്ടി ഇയാൾ TV കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് മേലത്തെ ഫ്ലോറിൽ നിന്ന് ആരോ ഉറച്ച് വിളിക്കുന്നത് പോലത്തെ ശബ്ദം ഇയാൾ കേട്ടു. ആർക്കും എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് പാനിക്കായി ഇയാൾ മേലത്തെ ഫ്ലോറിലേക്ക് പോയി. പക്ഷെ ഇയാൾ മേലത്തെ ഫ്ലോറിൽ എത്തിയപ്പോൾ ഒരു ശബ്ദവും കേട്ടില്ല. ഇയാൾ കുറച്ചുനേരം അവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. പക്ഷെ പ്രത്യേകിച്ചൊന്നും കേട്ടില്ല. സോ ഇയാൾ തിരിച്ചു വന്ന് TV കാണാൻ തുടങ്ങി. പക്ഷെ കൃത്യം 2 ദിവസത്തിന് ശേഷം, അതായത് ഏപ്രിൽ 11-ാം തീയതി, ഇതേ ആള് വീണ്ടും വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ വീണ്ടും ശബ്ദം കേൾക്കാൻ തുടങ്ങി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യം ശബ്ദം കേട്ടത് ഇയാളുടെ ഫ്രണ്ട് വാതിൽ നിന്നായിരുന്നു. ഇയാൾ പെട്ടെന്ന് ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് മേളിലത്തെ ഫാമിലിയിലെ ഹെഡ്, അതാ അച്ഛൻ ആയ വ്യൂ ഷാൻ ആയിരുന്നു. അയാളുടെ രൂപം ലിറ്ററലി ഭയങ്കര സ്കെയറി ആയിരുന്നു. ലൈക്ക് അയാളുടെ ഹെഡ് ടു ടോ അയാൾ ഒരു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര വീക്കായിട്ട് ലീൻ ആയിട്ടാണ് അയാൾ കാണപ്പെട്ടിരുന്നത്. ഒന്നും കഴിക്കാത്ത പോലെ കുറെ നാളായി. അത് മാത്രമല്ല ഇയാളുടെ ശരീരം മൊത്തം ഒരുമാതിരി അഴുക്കും മാലിന്യമൊക്കെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. ഈ ഫുഡിന്റെ വേസ്റ്റും കരിയും ചാരവും ഒക്കെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ആൻഡ് അയാളുടെ ബോഡി ഓർഡർ ഭയങ്കര മോശമായിരുന്നു. ഇയാള് വ്യൂ ഷാനിനെ കണ്ടപ്പോൾ കുറച്ച് പാനിക് ആയെങ്കിലും ഇയാള് ഒന്നുമില്ലാത്ത പോലെ ലൈക്ക് എന്താ പറ്റിയത്, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ അയാളോട് ചോദിച്ചു. വു ഷാൻ അയാളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ടായില്ല. അയാൾ ജസ്റ്റ് ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് പറഞ്ഞു, വേഗം ഒരു ആംബുലൻസ് വിളിക്കൂ. എന്നിട്ട് അയാൾ ലിറ്ററലി ആ സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങി ഓടി. ഇയാൾ ശരിക്കും പാനിക്കായി. ഇതെന്താ സംഭവിച്ചത്? ഒരാൾ പെട്ടെന്ന് വന്നു എന്തോ പറഞ്ഞു, അയാൾ ഇറങ്ങി അങ്ങ് ഓടി. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉള്ള ആ ഒരു നിലവിളിയും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾ വീണ്ടും വുവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അപ്പാർട്ട്മെന്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഈ വു ഷാൻ വന്നപ്പോൾ അതേ സെയിം സ്മെല്ല് ഇയാൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അയാൾ വാതിൽ നോക്ക് ചെയ്തു. പക്ഷെ ഒരു മറുപടിയും കിട്ടിയില്ല. പക്ഷെ വാതിൽ തുറന്നിരിക്കുകയായിരുന്നു. അയാൾ ജസ്റ്റ് ഒരു ഡീപ് ബ്രെത്ത് ഒക്കെ എടുത്ത് കാം ഡൗൺ ആയി കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് റൂമിനകത്തേക്ക് കയറി. കഥക് തുറന്നതും ഇയാൾക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള സ്മെല്ല് മൂക്കിൽ തുളച്ചു കയറി. ആ വീട്ടിനകം മൊത്തവും മാലിന്യവും ചവറും കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഗവൺമെന്റിന്റെ കുപ്പത്തൊട്ടി പോലെയായിരുന്നു ആ വീടുണ്ടായിരുന്നത്. ഇയാൾ എന്നാലും പതുക്കെ ഹാളിലേക്ക് കയറി ചെന്നു. അവിടെ കണ്ട കാഴ്ച ഇയാൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തതാണ്. ഇത് കണ്ടതും ഇയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് പോലീസിനെ വിളിച്ചു. ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം വ്യൂ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതാണ്. അപ്പാരന്റ്ലി വ്യൂ ഷാനിന്റെ മൂത്ത മകൾക്ക് എന്തോ ഒരു അസുഖം ബാധിച്ചു. അത്ര സാമ്പത്തികമായിട്ട് നല്ലൊരു സ്ഥിതിയിലാവാത്തത് കൊണ്ട് ഇവർക്ക് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. കുറെ നാൾ ഇവർ ഇവരുടേതായ രീതിയിൽ ചികിത്സിക്കാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെ ഈ കുട്ടിയുടെ ആരോഗ്യനില മോശമാവാൻ തുടങ്ങിയപ്പോൾ ഇത് വെറും ഒരു അസുഖമല്ല, പക്ഷേ ഒരു ദുരാത്മാവ് ഈ കുട്ടീനെ ബാധിച്ചതാണ് എന്ന് ഇവർ വിചാരിച്ചു. ആസ് എ വെരി ഡീപ്ലി റിലീജിയസ് ഫാമിലി അവർ അങ്ങനെ ചിന്തിച്ചത് ഒരു അത്ഭുതമല്ല. ആദ്യം ചെറിയ ചെറിയ റിച്വൽസ് ഒക്കെ നടത്തി ഈ കുട്ടീനെ രോഗത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. അതിനുശേഷം ഈ വീട്ടുകാർക്ക് ഈ കുട്ടി നേരെയാവാത്തിടത്തോളം ഈ ബാധ നമ്മളെയും ബാധിക്കും എന്നുള്ള ഒരു ചിന്ത വരാൻ തുടങ്ങി. അതിനുവേണ്ടി ഇവർ ഈ കുട്ടീനെ എക്സോസിസം ചെയ്യണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഒരു എക്സോസിസം ചെയ്ത് ഈ ബാധ എടുത്ത് കളയണം എന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു. പക്ഷേ ഇവർ ഈ എക്സോസിസം ചെയ്യാൻ എടുത്ത രീതി അത് വളരെ ഇൻസെയിൻ ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു. അപ്പാരന്റ്ലി ഇവരുടെ ഒരു റിലീജിയസ് സിറ്റുവേഷനിൽ ബാധ അഥവാ ഈ ഗോസ്റ്റ് ഇതിന് ഏറ്റവും ഇഷ്ടമല്ലാത്തതും ഇത് വെറുക്കുന്നതുമായിട്ടുള്ളത് മാലിന്യമായിരുന്നു, അഥവാ വേസ്റ്റ്. സോ ബേസിക്കലി വേസ്റ്റ് ഈക്വൽ ടു ബാധ ഒഴിപ്പിക്കൽ. ലിറ്ററലി അവരുടെ വീട് മൊത്തം അവർ അഴുക്കും വേസ്റ്റും കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. വീട്ടിലെ വേസ്റ്റ് മാത്രമല്ല, ഇവരുടെ ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവർ ലിറ്ററലി അവരിടുന്ന ഹ്യൂമൻ വേസ്റ്റ് വരെ ഭക്ഷിക്കാൻ തുടങ്ങി. അത് കാരണം ഈ ബാധ ഒഴിയും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഇത് കഴിച്ച് അവർ ഛർദ്ദിക്കാൻ തുടങ്ങി.
എന്നിട്ട് ഈ ഷർദിൽ തന്നെ ഇവർ തിരിച്ച് വീണ്ടും കഴിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഇവർ ഈ വേസ്റ്റ് എല്ലാം അവരുടെ ശരീരത്ത് തേച്ച് പിടിപ്പിക്കുകയും വീട് മൊത്തം തേച്ച് പിടിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കാരണം ബാധ ഒഴിയും എന്നാണ് ഇവർ വിശ്വസിച്ചത്. അന്ന് ആ സ്വീകരണ മുറിയിലേക്ക് കയറിയപ്പോൾ ആ യുവാവ് കണ്ടത് വേറെ ഒന്നും ആയിരുന്നില്ല. അസുഖബാധിതയായ യുവിന്റെ മൂത്ത മകൾ മരിച്ചു കിടക്കുന്നതാണ്. പോലീസ് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവർ മരണകാരണമായി കണ്ടുപിടിച്ചത് ഈ ഹ്യൂമൻ വേസ്റ്റും ഈ ഷർദിലും എല്ലാം ഈ കുട്ടിയുടെ ലങ്സിൽ അടിഞ്ഞുകൂടി അത് സെറ്റിലായാണ് ഈ കുട്ടി ശ്വാസം മുട്ടി മരിച്ചതെന്നാണ്. ഈ യുവാവ് ഈ കാഴ്ച കണ്ടതും യു ഫാമിലി ആക്ച്വലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടായിരുന്നു. പക്ഷേ പോലീസ് വന്ന് ഇവരെ കൈയോടെ പിടിച്ചു. ഇവരെ കോടതി കൊണ്ടുപോയെങ്കിലും കോടതി ഇവരെ വെറുതെ വിട്ടു. മാസ് ഹിസ്റ്റീരിയ അല്ലെങ്കിൽ മാസ് സൈക്കോസിസ് കാരണമാണ് ഇവർ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്, അതുകൊണ്ട് ഇവരുടെ തെറ്റല്ല എന്ന് പറഞ്ഞാണ് കോടതി ഇവരെ വെറുതെ വിട്ടത്. എനിവേസ് അവരിപ്പോ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഈ ഇൻസെയിൻ ആയിട്ടുള്ള ഈ റിച്വൽ അവിടെ അവസാനിച്ചു. ഈ കഥ ശരിക്കും ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ് ആണോ ഇങ്ങനത്തെ ആൾക്കാരെ എക്സ്ട്രീം ആയിട്ടുള്ള റിലീജിയസ് റിച്വൽസിലേക്ക് നയിക്കുന്നത് എന്നാണ്. മേ ബി ആയിരിക്കാം. എനിവേസ് ഇതൊരു റിമൈൻഡർ ആണ്. ലോകത്ത് ഇതുപോലെ വിയേർഡും ഇറേഷണലുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്നും ജീവിക്കുന്നുണ്ട്. ഈ കേസുകൾ പുറത്തു വന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞു, പക്ഷെ നമ്മൾ അറിയാത്ത എത്രയോ കേസുകൾ കാണും. എനിവേസ് നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വേറെയും സ്റ്റോറീസ് കാണാൻ നമ്മളുടെ പേജ് ചെക്ക്ഔട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു സ്റ്റോറിയായി ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.